മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഒരാത്മീയ മനുഷ്യൻ ജീവിതത്തിൽ നിരന്തരം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്കുള്ള, അല്ലെങ്കിൽ വിശ്വാസിയുടെ ജീവിതം അസ്വസ്ഥപ്പെടുമ്പോൾ, ഭാരപ്പെടുമ്പോൾ ഒരു വിശ്വാസി ഉള്ളിൻ്റെ ഉള്ളിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇന്നത്തെ സുവിശേഷം വളരെ മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആദ്യമായി സുവിശേഷത്തിൻ്റെ ആരംഭ ഭാഗത്ത് നമ്മൾ കാണുകയാണ്, ഈശോ പ്രാർത്ഥിക്കാൻ മലമുകളിലേക്ക് പോയി. അവരെ അക്കരയ്ക്ക് പോകാൻ കർത്താവ് നിർബന്ധിച്ചു. ഇപ്പം യേശു അവരെ പറഞ്ഞ് നിർബന്ധിച്ച് ഒരു വഴിയിലൂടെ, കടലിലൂടെ വിടുകയാണ്. നിങ്ങൾ പൊക്കോ, ഈ വഴിക്ക് അങ്ങോട്ട് പൊക്കോ, ഞാൻ വന്നേക്കാം, ഞാൻ കുറച്ചു നേരം പ്രാർത്ഥിക്കാൻ പോവാം. അപ്പൊ കർത്താവ് പറഞ്ഞ വഴി അവർ തെരഞ്ഞെടുത്തിട്ടും കർത്താവിനോടുള്ള ബന്ധത്തിൽ അനുസരിക്കാൻ അവർ തയ്യാറായിട്ടും അവർ പോകും വഴി, അവരുടെ യാത്രയിൽ അവരുടെ ജീവിത നൗകയ്ക്കെതിരെ കൊടുങ്കാറ്റടിച്ചു എന്നുള്ളത് സത്യമാണ്. നമുക്ക് പലർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു വിഷയമാണ്. ഞാൻ പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചെയ്ത് കർത്താവ് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടതാ, പിന്നെന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്, പിന്നെന്തുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ദൈവത്തോട് ചോദിച്ചിട്ടല്ലേ, കർത്താവിനോട് ആലോചന ചെയ്തിട്ടല്ലേ, തമ്പുരാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇറങ്ങിയത്, പിന്നെന്തുകൊണ്ട് ഈ പ്രതിസന്ധി, പിന്നെന്തുകൊണ്ട് ഈ പ്രശ്നം എന്ന് ചോദിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് കർത്താവിനോടുള്ള അനുസരണത്തിൻ്റെ കീഴിൽ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ഉറപ്പിച്ചാൽ ആ വിഷയത്തിൽ പ്രതിസന്ധികളില്ലെന്നോ, പ്രതികൂലങ്ങളില്ലെന്നോ, അസ്വസ്ഥതകളില്ലെന്നോ, ഞെരുക്കങ്ങളില്ലെന്നോ, രോഗം വരില്ലെന്നോ ഒന്നും അർത്ഥമില്ല. കർത്താവ് ഒരു കാര്യം നമ്മളോട് ആവശ്യപ്പെട്ടു, സന്തോഷത്തോടെ അത് ചെയ്യുക. പോകുന്ന വഴികളിൽ പ്രതികൂലങ്ങളുണ്ടാവും. അവർക്ക് കൊടുങ്കാറ്റുണ്ടായി. ഈ കൊടുങ്കാറ്റടിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, കൊടുങ്കാറ്റ് അനുഭവങ്ങൾ ഉണ്ടാകില്ല എന്ന് സുവിശേഷങ്ങളിലും കർത്താവെങ്ങും പറയുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം കർത്താവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവത്തെക്കുറിച്ചും ഒരു മനുഷ്യ ജീവിതം അനുഭവിക്കേണ്ട അവസ്ഥകളെക്കുറിച്ചും വളരെ കൃത്യമായിട്ട് 16:33 ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: മക്കളെ, ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാകും, നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാകും, നിങ്ങൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകും, സഹനം ഉണ്ടാകും, രോഗം ഉണ്ടാകും. എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ലോകത്ത് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ഹിതമന്വേഷിച്ചും കർത്താവിൻ്റെ ഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കുമ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകില്ല എന്നല്ല, മറിച്ച് ഈ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ടാകുമെന്നാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പ്രശ്നങ്ങളുണ്ടാകില്ലെന്നല്ല, ഈ പ്രതിസന്ധിയിൽ ദൈവസാന്നിധ്യം ഉണ്ടാകുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കണമെന്നും കർത്താവ് വചനത്തിലൂടെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതിസന്ധികളിലേക്ക്, അസ്വസ്ഥതകളിലേക്ക്, ഞെരുക്കങ്ങളിലേക്ക്, അനുദിന ജീവിതം അനുവദിക്കുന്ന സ്വകാര്യ ദുഃഖങ്ങളിലേക്കൊക്കെ നമ്മൾ കണ്ണുനട്ടിരുന്ന് യാത്ര ചെയ്യാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ. എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങൾ, എല്ലാവർക്കും ഉണ്ട് പ്രതിസന്ധികൾ. എല്ലാവരുടെ ജീവിത നൗക അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില അനുഭവങ്ങളുടെ നടുവിൽ അസ്വസ്ഥപ്പെടുന്നുണ്ട്. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ അപ്രതീക്ഷിതമായ ചില ജീവിത അനുഭവങ്ങൾ കൊടുങ്കാറ്റ് പോലെ ജീവിതത്തെ ആഞ്ഞടിക്കുന്നുണ്ട്. അവിടെയൊക്കെ ചിലർ തളർന്നു വീഴുന്നു, ചിലർ മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കുന്നു. അപ്പൊ തളർന്നു വീഴുക എന്നുള്ളത് ദൈവത്തിന്റെ ആലോചനയിലുള്ളതല്ല, മറിച്ച് ഈ പ്രതിസന്ധിയിലും ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നാണ് കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുക. ഈ അപ്പസ്തോലന്മാർ കൊടുങ്കാറ്റടിച്ച് ഈ കടലിന്റെ നടുവിൽ കടന്ന് അസ്വസ്ഥപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവര് ഇങ്ങനെ ഭാരപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കർത്താവ് ഈ കടലിന്റെ മീതെ നടന്നു വന്നിട്ട് പറയും, ധൈര്യമായിരിക്കുവിൻ. ധൈര്യമായിരിക്കാനും കൊടുങ്കാറ്റിനെ ശാസിക്കുകയല്ല ചെയ്ത, ആദ്യം പ്രശ്നം എടുത്തു മാറ്റുമല്ല ഈശോ ചെയ്തേ. പ്രശ്നത്തിന്റെ നടുവിൽ കർത്താവ് നൽകിയ സന്ദേശം, ബി സ്ട്രോങ്, ധൈര്യമായിരിക്കുവിൻ. ടെൻഷൻ അടിക്കല്ലേ, അസ്വസ്ഥപ്പെടല്ലേ. ഒരു പ്രശ്നം ഉണ്ടായെന്ന് കരുതി അത് കംപ്ലീറ്റ് ജീവിതത്തെ കളഞ്ഞു, നശിപ്പിച്ചു, എല്ലാം തീർന്നു എന്നൊന്നും ചിന്തിക്കാതെ ധൈര്യമായിരിക്കുവിൻ, സമാധാനമായിരിക്കുവിൻ എന്നാണ് ഈശോ പറഞ്ഞേ. അത് പറഞ്ഞത് കേട്ടപ്പോഴേ പത്രോസിന് മനസ്സിലായി ഇത് യേശുവാണെന്ന്. ആദ്യം വിചാരിച്ചു ഭൂതമൊക്കെയാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചു. യേശുവാണെന്ന് അറിഞ്ഞപ്പോ പത്രോസ് പറഞ്ഞു, എന്നാൽ നീ കർത്താവാണെങ്കിൽ എന്നെ വെള്ളത്തിന്റെ മീതെ നടക്കാൻ, കടലിന്റെ മീതെ നടക്കാൻ.
ഈ കടലിനെ പ്രതിയാണ് ഇപ്പോൾ ഇവർ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കടലിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റിനെ പ്രതിയാണ് ഇവർ അസ്വസ്ഥപ്പെടുന്നത്. അപ്പോഴാണ് പത്രോസ് പറയുന്നത്, ഈ കടലിന്റെ ആഴം എത്രമാത്രം ഉണ്ടെന്ന് പത്രോസിന് അറിയാം. പത്രോസ് പറഞ്ഞു, ഈ കടലിന്റെ മീതെ നടന്ന് നിന്റെ അടുത്ത് വരാൻ നീ എന്നെ അനുവദിക്കാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഇറങ്ങി പോരാൻ പറഞ്ഞു. പത്രോസ് വിശ്വാസത്തിന്റെ പടവുകൾ വെച്ചു. 4-5 പടവുകൾ വെച്ച് ഒരു കുഴപ്പമില്ല. കർത്താവിനെ കണ്ടുകൊണ്ട് കർത്താവിന്റെ അടുത്തേക്ക് നടന്നു വന്നപ്പോ സുവിശേഷത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചൊരു ഒരു കൊടുങ്കാറ്റ് തിരമാല അടിച്ചു കഴിഞ്ഞപ്പോ കർത്താവിനെ നോക്കി വലിയ പ്രശ്നത്തിന്റെ നടുവിൽ നടന്നുകൊണ്ടിരുന്ന പത്രോസ, മുങ്ങിത്താഴാൻ ശക്തിയുള്ള കടലിന്റെ മീതെ നടന്നുകൊണ്ടിരുന്ന പത്രോസ് കർത്താവിനെ നോക്കി നടന്നു. പെട്ടെന്ന് തിരമാലയിലേക്ക് നോക്കി. അപ്പോഴേ ഉള്ളിലേക്ക് ഭയം കയറാൻ തുടങ്ങി. കർത്താവിനെ നോക്കി യാത്ര ചെയ്യുന്ന ഒരുവനിൽ പ്രതിസന്ധികളുടെ നടുവിൽ വിശ്വാസം നിറയുമ്പോ, ധൈര്യം നിറയുമ്പോ, പ്രതിസന്ധികളെ നോക്കി കർത്താവിൽ നിന്ന് കണ്ണു പറച്ച് ഒരു ദൈവവേദന സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ അവനിൽ നിറയുന്നത് ഭയമാണ്, ആകുലതയാണ്, ടെൻഷനാണ്. പിന്നെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? അയ്യോ വലിയ പ്രശ്നമാണല്ലോ. വല്ലാത്തൊരു ഭയം, വല്ലാത്തൊരു അസ്വസ്ഥത, വല്ലാത്തൊരു ആകുലത മനസ്സിനെ ഭരിക്കാൻ തുടങ്ങും, അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങും. പത്രോസ് കർത്താവിൽ നിന്ന് കണ്ണു പറച്ച് പ്രശ്നത്തിലേക്ക് നോക്കിയപടി ആ പ്രശ്നത്തിൽ അകപ്പെട്ടു പോയി എന്ന് മാത്രമല്ല, വല്ലാത്ത ഭയം നിറഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാ? കർത്താവ് ഒത്തിരി അകലത്ത് നിൽക്കുക. ഇങ്ങോട്ട് വരാൻ പറഞ്ഞ കർത്താവാണ്. മുങ്ങി താഴുന്നു എന്ന് കണ്ടപ്പോ പത്രോസ് കർത്താവിന്റെ കരം പിടിച്ചു. പത്രോസ് ഒറ്റ പ്രാർത്ഥന നടത്തിയുള്ളൂ അവിടെ. പത്രോസ് പറഞ്ഞു, കർത്താവേ രക്ഷിക്കണമേ. സിമ്പിൾ പ്രയർ, വലിയ ലിസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നു. ഒറ്റ സെക്കൻഡോട് കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ ഒറ്റ നിലവിളി. ആ നിലവിളി കേട്ട പാടെ കർത്താവ് പത്രോസിന്റെ കരം പിടിച്ചു എന്ന് പറഞ്ഞാൽ അത്ര അകലത്തിൽ ഉണ്ടായിരുന്ന കർത്താവ് മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോ അവന്റെ കരം പിടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ മുങ്ങിത്താഴാൻ അവൻ അനുവദിക്കില്ല എന്നർത്ഥം. എത്ര അകലങ്ങളിലാണ് കർത്താവെങ്കിലും നമ്മളൊരു പ്രശ്നത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങുമ്പോൾ കർത്താവ് തന്റെ സഹായഹസ്തം നമുക്കായി നീട്ടും. പിടിക്കാൻ തയ്യാറായാൽ മതി. രക്ഷപ്പെടാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, കർത്താവിന്റെ കരം പിടിക്കാൻ തയ്യാറായാൽ മതി. ഇന്ന് അനേകര് രക്ഷപ്രാപിക്കാൻ പറ്റാതെ കടന്നു പോകുന്നതിന്റെ, ചില പ്രശ്നങ്ങളിൽ അകപ്പെട്ട് ജീവിതം തന്നെ തകർന്നു പോകുന്നതിന്റെ കാരണം ഈ പ്രതിസന്ധികളിലും ഈ അസ്വസ്ഥതകളിലും ഈ ഞെരുക്കങ്ങളിലും കർത്താവ് തന്റെ കരം നീട്ടി രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അവൻ തന്റെ കരം നീട്ടി നമുക്ക് തരുന്നുണ്ട്. അത് പിടിച്ചാൽ മതി. അതിനുള്ള എളിമയില്ലാത്തത് കൊണ്ടും അഹങ്കാരത്തോടെ നിൽക്കുന്നതുകൊണ്ടും സ്വാർത്ഥത കൊണ്ടും ഒക്കെ തമ്പുരാനെ പിടിക്കാൻ തയ്യാറാകില്ല. ദൈവത്തിൽ എല്ലാ വഴികളും അന്വേഷിക്കും. രക്ഷപ്പെടാനുള്ള സകല വഴികളും അന്വേഷിച്ച് നട്ടം തിരിഞ്ഞ് ഒരു രക്ഷയില്ലാതെ വന്നു കഴിയുമ്പോഴാണ് ചിലവർ കർത്താവിനെ പിടിക്കുന്നത്, ദൈവത്തെ വിളിക്കുന്നത്. അതുവരെ ദൈവത്തെ വിളിക്കില്ല. ഒരു വിധത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിയുമ്പോൾ ആരെങ്കിലും പറഞ്ഞു, നീ ഇപ്പൊ ഇത്രയൊക്കെ ആയില്ലേ, ഇത്രയൊക്കെ നോക്കിയില്ലേ, ഒന്നും ശരിയായില്ലല്ലോ, എന്നാ പിന്നെ ദൈവത്തെ വിളിക്കേ. അപ്പൊ ദൈവത്തെ വിളിക്കും. കർത്താവിനെ വിളിക്കുന്ന മാത്രമേ കർത്താവ് തന്റെ സഹായഹസ്തം നമുക്കായി നീട്ടുന്നുണ്ട്. അത് സുവിശേഷത്തിന്റെ ഏറ്റവും ശക്തമായ പാഠമാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് സംഭവിച്ചെന്നാ? അവർ ഏറ്റവും ഉന്നതമായ ആത്മീയ സത്യം വിളിച്ചു പറയാ, നീ സത്യമായും ദൈവപുത്രനാണ്. ഒരു കൊടുങ്കാറ്റടിച്ചത് കൊണ്ട് വിശ്വാസത്തിന്റെ ഏറ്റവും കാതലായ സത്യത്തിലേക്ക് പരിശുദ്ധാത്മാവരെ കൈപിടിച്ച് നടത്തി. ചില ദുരനുഭവങ്ങളാണ് നമ്മളെ യഥാർത്ഥ നിത്യസത്യത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നത് എന്ന് ജീവിതം കൊണ്ട് മനസ്സിലാക്കിയവരാണ് നമ്മൾ. ജീവിതത്തിന്റെ പല ഇന്നലകളുടെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ച സത്യമാണ്. അത്ര വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയപ്പോഴും പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ യഥാർത്ഥ സത്യത്തെ ജീവിക്കുന്നവനായ കർത്താവിനെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ കണ്ടുമുട്ടിയവരും അങ്ങനെ ആ പ്രതിസന്ധി അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മീയ മനുഷ്യന്റെ കരുത്ത് വിശ്വാസത്തിൽ സ്വന്തമാക്കിയവരാണ് നമ്മൾ. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഈ ലോകത്തുണ്ടാകുന്ന ഞെരുക്കങ്ങളും പ്രതിസന്ധികളൊന്നും നമ്മളെ തകർത്ത് കളയാനല്ല, ഉന്നതമായ ഒരാത്മീയ ലക്ഷ്യത്തിലേക്കും നിത്യസത്യത്തിലേക്കും വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തിലേക്കും നമ്മളെ കൈപിടിച്ചുയർത്താനാണ് എന്ന സത്യം നമ്മുടെ ഹൃദയത്തിൽ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനത്തിന്റെ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിച്ച് ഈ വചനത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.